എന്തിയെ എന്റെ കൊച്ചെന്തിയെ? ആ ഞാൻ വേണമെങ്കിൽ ചന്ദ്രനെ കളയും, പക്ഷെ സൂര്യബോസിനെ കളയത്തില്ല. നീ ഏലിന്റെ മോമലാണോ? നീ എന്താ വെച്ചാ നിന്റെ തന്തയെ പറ്റി? നിന്റെ തന്ത ഒരു മൂഞ്ചനാന്ന് വിചാരിച്ചാ നീ? ചന്ദ്ര പുതിയ ട്രക്ക് ഇറങ്ങിട്ടാ തേനീച്ച. എവിടാ തേനീച്ചനെ പിടിച്ച് എനിക്ക് തന്നേക്കുന്നത്. ഇതൊന്നും എന്താ ചെയ്യുന്ന നീ? 20 വർഷം മുന്നേ പട്ടാളത്തിൽ മരിച്ച ചന്ദ്രൻ അറിയാമോടെ? കാട്ടക്കട അറിയാമോടെ നിനക്ക്? കാട്ടക്കട കാട്ടക്കട വീട് കാട്ടക്കട എവിടെയാണ് വീട്? കാട്ടക്കട എവിടെ വീട്? കാട്ടക്കട എവിടെയാ വീട്? കാട്ടക്കട നീ ആരാ പോന്നീ? കൊച്ചിറങ്ങി ചവിട്ടിയാണോ നീ? എന്റെ കാല് പുഴുക്ക് കടാ, എന്റെ കാല് പുഴുക്ക് എന്റെ കാല് പുഴുക്കുക കൊച്ചിനുള്ള ചവിട്ടിയാ. എവിടെ തേനിയോടെ? നീ ചോക്ലേറ്റ് എടുത്ത് മുണുങ്ങ്, എന്നിട്ട് അതിതാ. അല്ല അതല്ല, ഇത് വേറെ. ഇല്ല ഇത് വേറെ, ഇത് വേറെ, ഇത് വേറെ, ഇത് അതല്ല. நல்லா இருக்கா? എന്താ ഒന്ന് സൂക്ഷിച്ചൊക്കെ കഴിക്കും. നിന്റെ തള്ള തന്നേ. എടാ ഞാൻ ഗോവ പോവും, ചിലപ്പോ ഊട്ടി പോവും, മൈസൂര് പോവും. ഞാൻ എതുക്ക് നിന്നെ ഊങ്കിട്ട സൊല്ലണം ഇതൊക്കെ? നിന്റെ അടുത്ത് ഈ ഡ്രസ് ഇടலாம் ഞാൻ പറഞ്ഞിട്ടുണ്ടോ സൂര്യ? ഈ ഡ്രസ് ഇടலாம் നിന്റെ അടുത്ത് എത്ര വർഷം പറയണേ? ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഇറങ്ങി വരാൻ പറഞ്ഞില്ലേ സൂര്യ? ഇറങ്ങി വാടാ ഇങ്ങോട്ട്. എത്ര ഗ്യാങ് അടിയാ വള്ളി എടുക്കണോളെ? MRCയുടെ ഗ്യാങ് ഡ്രസ് ഇടണോ? ഇതൊക്കെ 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 പറഞ്ഞോ. നീ മിണ്ടരുത്. ഇന്നലെ ഈശയുടെ പെങ്ങളെ വിളിച്ചോണ്ട് എന്റെ മുമ്പിൽ വന്നിട്ട് മാമ എന്നെ ഹലോ ഹലോ മിസ് കോള്. ഇതിലൊരു മിസ് കോൾ കിടന്നു. ഹലോ ഞാനാ വിളിച്ചേ. എന്താ കാര്യം? നീ എവിടെ? എന്താ ബ്രോ? നിന്റെ അരിമ മോനില്ലേ? ഓ ദേവിക്കുട്ടിയാണ്. അരിമ മോൻ. അരിമ മോന് ഇവിടെ വലിയ പ്രശ്നമാണ്. അരിമ മോന് എന്തിയെ? എന്റെ കൊച്ചെന്തിയെ? നീ പ്രസവിച്ച ഇത്ര സ്നേഹം കാണിക്കാൻ നീ പ്രസവിച്ചൊന്നുമല്ലല്ലോ. അല്ല കൊലവണ്ടി തൂങ്ങിയൊന്നല്ലേ അവൻ തമിഴ്നാട്ടിൽ നിന്ന് ഇത്ര സ്നേഹം കാണിക്കാൻ വേണ്ടിട്ട്? ഇത്ര സ്നേഹം കാണിക്കേണ്ട എന്താ ഉണ്ടായത് ഇവിടെ? ഇപ്പൊ ചന്ദ്രനാ നോക്കുന്നില്ല, ഞാനെങ്കിലും നോക്കണ്ടേ? ഞാൻ പറയണ എന്തിയെ? നമുക്ക് ഇതിനെക്കാട്ടിൽ നല്ലൊരു പയ്യനെ കിട്ടും. അതുകൊണ്ട് ഈ വള്ളീനെ കിടന്ന് തലേ വെക്കണോ? എന്നാ ആദ്യമേ കളയാറുന്നല്ലോ. ഇത്ര നോക്കിട്ടാണോ ഇനി കളയുന്നത്? എത്ര നോക്കിയെന്നാ നീ? പറ്റത്തില്ല ചന്ദ്ര, പറ്റത്തില്ല. ഇനി വേറെ ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും പറ്റത്തില്ല. ഞാൻ വേണമെങ്കിൽ ചന്ദ്രനെ കളയും, പക്ഷെ സൂര്യബോസിനെ കളയത്തില്ല. നിന്റെ തന്തയുടെ നീ ഒരു ജോണിന്റെ സ്വഭാവം കാണിക്കില്ല എന്റെ അടുത്ത് കേട്ടടി. എനിക്ക് പറയാൻ തന്തയുണ്ടേ. നിനക്കേ സോറി, ഡാഡിന്റെ നെയിം എന്താണ്? ചന്ദ്രബോസ്. ഡാഡിന്റെ നെയിം ഉണ്ടായിപ്പോയതുകൊണ്ട് നിനക്ക് ഇത്ര അഹങ്കാരോ? അഹങ്കാരം എനിക്ക് മാത്രമേ ഉള്ളൂ. അതിനാ അങ്ങനെ ചൊറി പിടിച്ചല്ലോ കത്തത്.
അടുത്തില്ല, ആളിപ്പോഴും ഉണ്ട്. എന്നൊന്ന് വിളിച്ചോണ്ടോ നിന്റെ തന്തേനെ ഞാൻ കാണട്ട്. ഇന്ന് വിളിക്കാൻ പറ്റത്തില്ല, ആള് സ്റ്റേറ്റ്സില. അങ്ങേരെ അവിടെ ഷുക്കറില്ല അങ്ങേര് സ്റ്റേറ്റ്സില. അങ്ങേര് സ്റ്റേറ്റ്സിലല്ലേ, അല്ലാണ്ട് മറ്റേ ചന്ദ്രനെ പോലെ പണിയില്ലാതെ ഇരിക്കുവല്ല എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ 100 കൂട്ടം പണിയുണ്ട്. വിളിക്കുമ്പോ വരാൻ എന്തുവാ. അവിടെ അടിപ്പാവട കഴിവല്ലോ പണിയുണ്ട് അച്ഛന്റെ. എന്നാലും അച്ഛനുണ്ടല്ലോ, ഇല്ലാത്തൊരു കുറ്റം പറയല്ലേ. സമ്മതിക്കതങ്ങ്. നീ ഇങ്ങനെ എന്റെ കൊച്ചെന്തിയെ, എന്റെ തന്തയില്ലാത്ത കൊച്ചെന്തിയെ. ഇനി ഞാൻ അവനെ നോയിക്കോളും. ഒരു സെക്കൻഡ്. എന്ന് വന്നോ എന്റെ ജീവിതം അന്നോട്ട് മുമ്പോ തുടങ്ങിയതാ. എന്തൊരു മനുഷ്യൻ. ഗിഫ്റ്റ് വേണ്ട, രണ്ടി വേണ്ട. അത് ഞാൻ വാങ്ങിച്ചോട്ടെ. സൂര്യൻ എനിക്ക് പോട്. തേങ്ങ വേണ്ട, പോടാ. ഞാൻ വാങ്ങിക്കുവാണേ. സൂര്യ എനിക്ക് കൊടുക്കടാ. എന്താ പാക്കറ്റ് എന്നടാ സൂര്യ എന്താ ഇത് അഴുക്ക കണ്ണടാ ഇത് എല്ലാം. ശനി മോനോടി പരിപാടി തുടങ്ങിയില്ലേ? അവിടെ നീ ഇതിലെടുത്ത് ആക്രി അവ എടുത്തോട്ടെ, ഇത് കളിച്ചോട്ടെ. നീ കൊണ്ട് സ്കൂളിൽ കൊണ്ട് വിളയാടിക്കോ സൂര്യ. എല്ലാവർക്കും അപ്പയുടെ കൊടുത്തു. സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റില്ല, സ്കൂളിൽ കൊണ്ട് കയറാൻ പറ്റില്ല. ഇല്ല സ്കൂളിൽ കൊണ്ട് കയറാൻ പറ്റില്ല. പിന്നെ ഒരു സെക്കൻഡ്, എന്റെ ക്യാമറ ചിലപ്പോ കുറച്ചേരം കഴിഞ്ഞിട്ട് ഓഫ് ആവുകയെ. ഡോക്ടർ ആയിരുന്നില്ലേ? വേണ്ട സൂര്യ വേണ്ട. നമ്മുടെ കരിയറിലെ ഒരു ബ്ലാക്ക് മാർക്ക് വന്നാലേ ഡോക്ടർ ആകാൻ പറ്റില്ല. സൂര്യ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം. ഇങ്ങോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നീ എന്ന് തൊട്ട് ഈ സിറ്റി വന്നു അന്നോട്ട് എനിക്ക് തലവേദന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്കൊരു മനസ്സമാധാനം. ഇങ്ങനെ പറയല്ലേ. പാവം കേട്ടോ, പാവം മോൻ. തന്തയുടെ മോൻ തന്നെ, തന്തയുടെ സ്വഭാവം. ഷെമീർ വിളിക്കാൻ ഹലോ, ഞാൻ നടന്നു പറഞ്ഞോ. വിളിക്കണ്ട. നീ വണ്ടി കയറിയാ? നീ ഒരു ഓട്ടോ വിളിച്ചു. ഒരു ഓട്ടോ കേറിട്ടാ. നിന്റെ അമ്മ നിന്നെ വെറ്റ് ചെയ്യിക്കണം. ശരി ബോസണ്ണ, പിന്നെ ബോസണ്ണ ബൈ. അല്പന ഐശ്വര്യം വന്ന് അർദ്ധരാത്രിയിലും കുട കൊടുക്കണമെന്ന് കൊട അങ്ങനെ അച്ഛര അവര് പോയി. ചന്ദ്രു, ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ ചന്ദ്രു. ചന്ദ്രു ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല.
ചന്ദ്രൻ ഇപ്പൊ പവറെല്ലാം പോയി. ചന്ദ്രൻ ഇപ്പോഴും അലീനയുടെ ചൊൽപ്പടിക്ക് നിൽക്കാന്നാണ് നാട്ടിലൊരു കരക്കമ്പി. മനസ്സിലായില്ലേ? ഈ വണ്ടിയിൽ നിന്ന് മൂന്ന് പേര് ഇറങ്ങും. സൂര്യ 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 അച്ഛൻ കലിപ്പിൽ ഇറങ്ങി അമ്മ അപ്പൊ കലിപ്പിലാണ് ഇറങ്ങടാ വണ്ടി ഇറങ്ങി. അമ്മ അലീന വെള്ളം കുടിക്കാണ്ട് മരിച്ചെന്നോണ്ടാ ചന്ദ്ര? ചന്ദ്ര മനസ്സല്ല ചന്ദ്ര അവന്റെ പിഞ്ച് മനസ്സ്. കുറച്ചു മുമ്പ് നിന്റെ ഈ ഫോട്ടോ അപ്പാന്റെ ഇതല്ലേടാ, ഇപ്പൊ മാറിയ പെട്ടെന്ന്. അത് ഓന്തിന്റെ മോനാണവേ. ഏതോ വെരി ബാഡ്. അഴക്കപ്പയണ്ടാ സൂര്യ ഇത്. അതെ നിന്റെ അമ്മ വീഗാലാൻഡ് ടൂർ പോയേക്കല്ല, ഇപ്പൊ വരും. അമ്മ പുല്ലേന്നോ കേട്ടാ? സ്വയം വേണ്ട തന്നെ അമ്മ അമ്മ മാറിയില്ല, എന്റെ കൈ വാക്കി ഞാൻ ചവിട്ടിക്ക് തിരിച്ചിരിഞ്ഞ മാറിയില്ല. ഇറങ്ങിക്കോളൂ ആളിയ. ഭയങ്കര ശല്യം ആളിയാ. എന്തിരിക്കുന്നു കഷ്ടമാളിയാ. എങ്ങനെ ജീവിക്കണാണ് ഈ സിറ്റിയിൽ? ഇവരെ കൊണ്ട് നടക്കാൻ വയ്യാളിയാ. ഉള്ളവരെടുത്ത് മനസ്സിലായില്ലേ? ഇപ്പൊ എന്തോ അങ്ങോട്ട് പോയത്? ഒരു മുട്ടയിലേ ഇപ്പൊ പോയത്. മുട്ടയോ? ആരുടെ മുട്ടയിലേ പോയത്? കറുത്ത മുട്ടയാണോ? അല്ല, ഇത് വെളുത്ത മുട്ടയാ. കണ്ടറിഞ്ഞില്ല തലമുടി മുട്ട, മുടിയില്ലാത്ത മുട്ട. നീ മനുഷ്യൻ തന്നെയാണോടെ? അമേരിക്കക്കാരുടെ വെളുത്ത മുട്ട കണ്ടോ? നീ മനുഷ്യനാണോടെ? നീ ഏലിയന്റെ മോഹൻലാണോ നീ? ഞാൻ കണ്ടില്ല. എന്ത് പറ്റിപ്പോ? ഇവൻ രൂപം മാറിയടാ പെട്ടെന്ന്. ഇവൻ മനുഷ്യ കുഞ്ഞൊന്നും അല്ലടാ. ഇത് ഏലിയന്റെ എന്തോണത്? ചന്ദ്രൻ അങ്ങനെ പറയല്ലേ. ഞാൻ അടിച്ചങ്ങ് തിരിച്ചറി. ഞാൻ മേലെ സിറ്റിയിൽ എന്റെ പേര് പറഞ്ഞ് നീ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞ. നീയേ നിന്നെ ഹോസ്റ്റൽ എടുക്കണവർക്ക് നിനക്ക് നിന്നെ ആരെങ്കിലും ഹോസ്റ്റൽ എടുക്കാൻ എന്തെങ്കിലും വന്ന അല്ലെങ്കിൽ നിന്റെ അടുത്ത് റോങ്ങാൻ വന്ന അപ്പൊ തന്നെ നീ എന്റെ പേര് പറഞ്ഞ എന്തിനാണ്? എന്റെ പേര് പറയുവൻ അതൊക്കെ പോട്ടെന്ന് പറയാ. ഞാനൊരു ഇത് പറയട്ടെ ബോസണ്ണ. എന്തിനാളിയാ ചന്ദ്ര? അളിയനെ എഡ്യൂക്കേഷൻ ഇല്ല. അവനെങ്കിലും പഠിക്കട്ടെ മര്യാദക്ക്. മെന്റലി പ്രഷർ ആക്കല്ലേ പയ്യനെ. അവനാണ് ആകെ തന്തയുള്ള ഈ സിറ്റിയില്. എന്നിട്ട് അളിയൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവനെ തന്തില്ലാത്ത നിനക്കത്ര തന്തയുണ്ട്? നിന്റെ തന്തേന്റെ പേരെന്ന് പറഞ്ഞാന്ന് കേക്കട്ടെ. അനാവശ്യം കാണില്ല സാറേ. അലീന ഇതൊക്കെ മോശമല്ല. പെണ്ണിനെ കയറി പിടിക്കാ. കേസ് കൊടുക്കട്ടാ. ഞാൻ കേസ് കൊടുക്കുക. ഞാൻ അടിച്ച് മോണ പറയട്ടെ അവന്റെ. നമ്മള് കാണുന്നുണ്ടല്ലേ, നമ്മള് ചോറ് കഴിക്കുന്ന മനസ്സിലായില്ലേ? ഇതൊക്കെ എന്തൊക്കെ കാണണം ഇവിടെ. സാറേ നമ്മള് കേസ് കൊടുക്കും കേട്ടാ. റോൾ അടിച്ച് ഇന്നിവിടെ ഇടിച്ച് പല്ലടക്കും. ഇന്നിവിടെ റോൾ അടിച്ച സാറേ പല്ല് ഇടിച്ച് പല്ലടക്കും. മാത്രമാണ് ഒരു ജെൻസി വൈബ് വണ്ടി ഒന്ന് ഫ്രണ്ടിലേക്ക് എടുക്കണം. ഇല്ല വണ്ടി ഒന്ന് ഫ്രണ്ടിലേക്ക് ഇടണം. സൂര്യ ആ രണ്ട് പല്ലിങ് മാമന്റെ അണപ്പല്ല് പോയി. നീ കണ്ടില്ല? ഓ ഞാനൊരു കാര്യം പറയാം. ഇറങ്ങിയാണ്. അല്ലെ ഞാൻ ചിലപ്പോ മാമനാവും അമ്മാവനാവും. അളിയൻ എന്താ പ്രശ്നം? അളിയൊരു അച്ഛനല്ലേ? എന്നിട്ട് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ?
ഒരു കാര്യം പറയട്ടാ, നിനക്ക് ഇങ്ങനെ തന്നെ എടാ, വേണം. നാളെ ചന്ദ്ര ഹലോ തന്തനെ കിട്ടിയില്ലേ? ഗ്യാങ്സിന്റെ ഓപ്പോസിറ്റ് പാലത്തിന്റെ അടിയിൽ ചന്ദ്രൻ ഇത്രയും നാളോർത്ത് ഒരു പമ്പ് അടച്ചിട്ട് 300 കോടി എനിക്ക് കിട്ടിയത്. എനിക്ക് കാശാ. നമ്മളെ 300 പോലെ കോടി കിട്ടിയോ? നല്ല പിള്ളേർക്ക് ഇങ്ങനത്തെ ദുഷിച്ച തന്ത എടാ, ഫോൺ കട്ട് ചെയ്യണ്ട, ഫോൺ എന്തിനാ ഈ ബിസിനസ് ചെയ്യാൻ പോയേ? എന്ത് business? കുറച്ച് വാഴക്ക് നിന്റെ കൂടെ കാശ് കിട്ടാൻ എനിക്ക് ചന്ദ്ര ഇവർക്കൊന്നും ഒരു ചൂടും ഇല്ല. ഇവര് നിന്റെ അമ്മക്ക് വലിയ ചൂടാ. ഒരു സൂര്യ ഡേ നൂബ് നൂബ് അവനിറക്ക് ഇറങ്ങാ താഴെ ഇറങ്ങണ്ടേ? ഡേ കയ്യിലുള്ള കാശൊക്കെ ഇങ്ങട്. പിന്നെ അവൻ വലിയ എത്ര കൊടുത്തു നീ? അതാ ഇവൻ ഇങ്ങോട്ടോ എത്ര? അനിലയുടെ 100 കോടി കൊടുത്തു. നീ എന്റെ പേര് പറഞ്ഞാണ് നീ ജീവിക്കണം. എന്നിട്ട് എനിക്ക് നീ 5 കാശ് തന്നാ? ഈ സിറ്റിയിൽ നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നീ അപ്പാവിടെ പേരല്ലേ പറയണേ? എന്നിട്ട് നീ അപ്പാ കാശ് തന്നായിരുന്നാ? അവൻ 5 കാശ്. എടാ ഇങ്ങനെ തന്നെ വേണടാ. ഞാന് ഈ സിറ്റിയിൽ നീ നിനക്ക് ആരെ എന്താ നടന്ന വന്നപ്പോ നിന്നെ ഞാനേ ഈ വീട്ടിനകത്ത് കയറ്റി താമസിച്ചു. കഴിഞ്ഞ വർഷം ഒരു കർക്കിടക മാസം നീ വന്ന് കേറി കൊടുത്തു 100. അപ്പാക്ക് നീ എന്നാ കൊടുത്ത്? അന്ന് മഴയിൽ കുളിച്ചു വന്ന നിന്നെ എന്റെ ഈ കയ്യിലുണ്ടാ നിന്നെ ഞാൻ ചേർത്ത് പിടിച്ചത്. മനസ്സിലായോ? നിനക്ക് താമസിക്കാൻ വീട് തുടങ്ങിയതല്ലേ ഉള്ളൂ, അതിനു മുന്നേ കടന്നാ എന്ത് പരിപാടി ഇവിടെ? എടാ അത് വേറെ എടാ അത് ഇവിടെ വേറെ പാട്ടിട്ടതാ ഹലോ എന്താണോ ഉച്ചേട്ടെ? ഹലോ ടീം തുടങ്ങിയല്ലേ ഉള്ളൂ, അതിനു മുമ്പ് തളർന്നോന്നു. നീ ആര്? നീ എന്തിനാണ് ജാക്കി കാശാടാ എന്റെ പമ്പിന് എടുത്ത കാശാടാ. പമ്പെന്നോ ആ. ഇങ്ങോട്ട് തരാനുണ്ട്, ഓർമ്മ ഉണ്ടാ? നിന്റെ എത്ര കോടി ഉണ്ട്? എന്റെ ഒന്നും ഇല്ല ഇപ്പൊ. 2 കോടി 2 കോടി ഉണ്ട് നിന്റെ അച്ഛന്. മറ്റേ ഞാൻ വല്ല പറയ പോടാ അതിന്റെ പോലെ. സൗണ്ട് പോട്ടിട്ട് വിളിക്കും. ചന്ദ്ര ഇങ്ങോട്ട് സൂര്യാലിനി വന്നേ. സാലറി എന്ത് സാലറി? പമ്പിൽ ജോലി ചെയ്താ. എടാ ഇന്ന് പമ്പിന്റെ ഓപ്ഷൻ ആണ് ജാക്കി മോനെ. ഞാൻ നിന്റെ ഒരു കാര്യം പറയട്ടാ. ഞാൻ ഈ സിറ്റിയില് 1300 സംതിങ് കോടിക്ക് ആ പമ്പ് വിളിച്ച് വാങ്ങിയിട്ട് എനിക്ക് എത്ര ലാഭം കിട്ടിയെന്ന് പറയട്ടാ? 300 കോടി. 300-400 കോടി. മണ്ടനായതുകൊണ്ടാണ് നിന്നെ ജോലിക്ക് നിർത്തിയത്. 50 കോടി ഞാൻ എവളെ ജോലിക്ക് നിർത്തിയത്? അതിൽ 50 കോടി എന്റെ ചന്ദ്ര ചുമ്മാ പറഞ്ഞ വിശ്വസിക്കല്ലേ. നീ കാശൊക്കെ ഇങ്ങടാ ഒരു കാര്യമില്ല. ഏത് കാശ്? കയറിക്കണം. ഞാൻ വരും. ഞാൻ 100 CR വരെ വിളിക്കും. ഞാൻ വേണ്ടേ ഈ മുതുക്കിലെ പമ്പ് ആര് വിളിക്കണ്? അതൊന്നും വേണ്ട എനിക്ക് എന്റെ പമ്പ് മതി. മുതുക്കിലെ പമ്പ് സാബ് ഗുരു ആയിരിക്കും. സാബ് ഗുരുവിനെ വിളിച്ചിപ്പോ ഞാൻ ഒതുക്കൂലേ? സാബ് ഗുരുവിന്റെ അടുത്ത് പറഞ്ഞിട്ട് 500 CR കടം തരാൻ പറയോ? സാബ് ഗുരുവിന് അച്ഛന് അങ്ങേര് എന്റെ തന്തയല്ല. അങ്ങേര് എന്റെ തന്തയല്ല. അങ്ങനെ പറ. അങ്ങേരില്ല. അങ്ങേര് ഇന്ന് വരാതിരിക്കുവോ? എങ്ങനെ ഇന്നില്ലെങ്കിലേ ഞാൻ വിളിക്കണം. ഞാൻ ഇവിടെ കാശൊക്കെ എടുത്ത് വെക്കട്ടെ. കൈ വെക്കല്ലേ? കയ്യില് ചെന്താ കുഴപ്പം? ചന്ദ്ര ഓടിക്കോ, പമ്പാവാസം വന്ന്. അതിന്റെ കാശ് കൊടുക്കാനുള്ള 70 കോടി. നാടിന് കാശ് ചന്ദ്ര? ഇല്ല ആ മുങ്ങി അടക്കുക. ഇന്ന് എസ്കേപ്പ് ആർപ്പിടിച്ചു. ഞാൻ അവന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല. ശരിക്കും പറയണെങ്കിൽ സത്യം പറയാലോ, എനിക്ക് അതിന് അറിയാമെന്ന് പറയാ. ബ്രോക്ക് ഇപ്പൊ അത്യാവശ്യമാണോ? എനിക്ക് ആവശ്യമായിരുന്നു. കാരണം ഓപ്ഷൻ നാളെ ഇന്ന് മുതൽ സ്റ്റാർട്ട് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വെള്ളിയാഴ്ച 100 CR കൊടുക്കും. ഒരാൾ 100 CR കൊടുക്കും വെള്ളിയാഴ്ച. ഞാൻ ക്യാഷ് എടുക്കാൻ വേണ്ടി ഓടിയതാ. വരൂ ഞാൻ തരവാ. ചന്ദ്രൻ ഇങ്ങോട്ട് പൈസ ഞാൻ ഇച്ചിരി ഒളിപ്പിച്ച് വെച്ചേ പൈസ.
എത്രയും നമ്മള് കണക്ക് പലിശ കൊല്ലാനാട്ടോ. കൊണ്ട് ഇനിയില്ല. കൊണ്ട് കൊന്നുകളയും കേട്ടോ. ഉറപ്പാണ് എന്തിനു ഈ പയ്യനാണെങ്കിൽ ഒരു ജന്മമായിട്ട് ഇവിടെ എന്റെ പുറകെ നടക്കുകയാണ്. ചന്ദ്ര ഇന്ന് ഞായറാഴ്ച അല്ലേ? ആ, മുടിവട്ടോട് ശരി ബാങ്ക് അവധിയല്ലേ? ഇന്ന് അതെ, ഭയങ്കര മറന്നുപോയി. മതിയാ. ഓ സംഭവം പോയിട്ട് നാളെ വരാൻ പറ്റും. നാളെ ശനിയാഴ്ച. ഇങ്ങോട്ട് വരും. ഇത് നീ ഇങ്ങനെ കൊല്ലം വിളിക്കോ? ഇങ്ങനെ പോയിട്ട് കൊലയാടി പോലെ. ആ, എന്തായാലും ഇവൻ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം നിങ്ങളൊന്ന് വണ്ടി കയറി, സൂര്യ നിങ്ങളൊന്ന് വണ്ടി കയറാത്തി ഞാൻ ഷെയ്ഡൊക്കെ മിസ്റ്റർ എക്സിന്റെ കൊടുത്തിട്ട് ഇഷ്യൂ ആക്കട്ടെ. ഒരു സെക്കൻഡ്. അതിന് കുറച്ച് കാശ് കിട്ടുമല്ലോ. ആണല്ലേ ബോസേ ചന്ദ്ര അതെ ചന്ദ്ര ഒരു പ്രശ്നമുണ്ട് ചന്ദ്ര. ആ, ഹോസ്പിറ്റൽ കേസാണ് ചന്ദ്ര. നീ അന്ന് നോക്കി ഡീൽ ചെയ്യണം. ഇപ്പൊ ഞാൻ അല്ല ചന്ദ്ര പോലെ ഇവെന്തിനാ കാശ് വാങ്ങിച്ചേ? ക്യാഷ് ഫണ്ട് കൊടുക്കേ. 70 കോടി ഞാനേ പിന്നെ എന്റെ ഇരിക്കുന്നു. ഒരു നമ്പർ കാശ്. 10, 100, അപ്പാക്ക് ഒരു പ്രാവശ്യം കാശ് 1000, കൊടുത്തതാ. ലക്ഷം, 10 ലക്ഷം, ആ. കോടി, 10 കോടി, 100 കോടി, 1000 കോടി. നീ എന്താ വെച്ചാ നിന്റെ തന്തയെ പറ്റി? നിന്റെ തന്ത ഒരു മൂഞ്ചനാന്ന് വിചാരിച്ചാ നീ? എടാ ഞാനേ പൈസയുടെ മണ്ടക്കി കടന്ന് ജീവിച്ചാണോടാ ഞാൻ. മനസ്സിലായില്ലേ? ആ കൊറേ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. ചന്ദ്രൻ ഈ അക്കൗണ്ടിൽ മൈനസ് കോടി വന്ന എന്ത് ചെയ്യും ചന്ദ്രു? റേഡി മോനെ തിരുനാക്ക് വെച്ചിരുന്നു പറയല്ലേ. ഇല്ല എനിക്ക് മൈനസ് ചന്ദ്രു. അതെ ഞാൻ ചോട്ടെ, മറ്റേ ദേവ്കുട്ടിക്കൊക്കെ അല്ലേ ഏതെങ്കിലും പമ്പ് വിളിക്കാനോ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറയണേ എൻ്റെ അടുത്ത്. അല്ലാണ്ട് ഇനി അന്നത്തെ പോലെ 500 കശത്തിൽ വെച്ച് കൊണ്ട് എല്ലാരെയും ഒന്ന് കൊണ്ടുവന്ന് എനിക്ക് വയ്യ 10,000 കോടിക്കൊന്ന് പമ്പ് വിളിക്കാൻ. എടാ സ്ഥലം ഉണ്ടാ കേറാ. എന്നാലും എത്രയായിരിക്കും ഒരു ഊഹം പറഞ്ഞേ? എത്രക്ക് കിട്ടുമായിരിക്കും ആ എസ് പമ്പ്? എസ് പമ്പ് ഒരു 500 കോടി, ഇവിടത്തെ ഒരു 600 കോടി. ഞാൻ സാഹചര്യം കൂടി പാർട്ണർഷിപ്പ് ചന്ദ്രു അതിന് മേളില് വരും. ഇത് പാർട്ണർഷിപ്പ്. നമ്മള് പാർട്ണർഷിപ്പില് ഇതും അതും പാർട്ണർഷിപ്പ്. 5 പേര് പാർട്ണർഷിപ്പിൽ തുടങ്ങി ഏത് തരുമായിരിക്കോ? 200 CR-ന് എന്റെ 10-300 കോടി ഉണ്ട്. വേണമെങ്കിൽ അല്ല 19 തരാം. പലിശ ഉണ്ട് 200 തരാവോ? 2 രൂപ പലിശ. പണ്ട് സൂര്യ നീ ഇത് കേക്കണം. പണ്ട് നിന്റെ അച്ഛൻ എസ് പമ്പ് ഇതാക്കാൻ വന്നപ്പോ നമ്മള് കുറെ കഷ്ടപ്പെട്ട് തെണ്ടിയൊക്കെ കൊണ്ട് കൊടുത്തായിരുന്നേ. അത് വിട്. അല്ലല്ലേ ഇപ്പൊ എന്താ പറഞ്ഞാലും ഞാൻ കേട്ടില്ല. അല്ല ഇപ്പൊ നായിന്റെ എന്താ പറഞ്ഞ? എന്താ പറഞ്ഞ? അവൻ പറഞ്ഞത് ആ കാശ് എടുത്തിട്ട് ചന്ദ്രന്റെ കാശാന്ന് പറഞ്ഞോണ്ട് നടക്കുവാന്ന്. ഏത് കാശ്? അവൻ തന്ന കാശ്. ആരെന്നാ കാശ്? യവനാ? നീ ഇപ്പഴ കാശെന്ന് എനിക്ക് ഞാൻ പറയാം ചന്ദ്ര, ഇവ 100 CR തന്ന് ഇറക്കാം. താഴെ ഇറക്കാം. അത്രയും അപമാനം സഹിക്കാൻ വേണ്ടി ആ 100 CR തിരിച്ചു അവന് കൊടു. നിന്റെ 100 CR എടാ. ഞാനേ നിന്റെയൊക്കെ 100 CR-ലുള്ള ഞാൻ ജീവിച്ച. മനസ്സിലായടാ? നിന്റെ 100 കോണിയൊക്കെ ഉണ്ടല്ലോ. എനിക്ക് വെറും ഈ താഴെ കിടക്കണ പുല്ലില്ലടാ. താഴെ പുല്ല് അതിന് സമമാണ് നിന്റെ 100 കോടി. എനിക്ക് മനസ്സിലായില്ലേ? ചന്ദ്രനെ പൈസാണ്ട് വളർന്നവരടാ. മനസ്സിലായ? എന്താടാ 500 CR നിന്റെ കള്ളത്തതിനകത്ത് ചോദിച്ചു വരും. നിന്റെ ഇവനെയൊക്കെ ഉണ്ടാക്കിയല്ല. അവനെ കിട്ടിയോണ്ടല്ല അവന്റെ തലയെ പിടിച്ച ഒരക്ക് ഞെട്ടാറില്ല ഞാൻ. എന്തൊരു
നമ്മുടെ വൈബ് വേറെ. മതി 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 ഇനി തമാശയൊക്കെ വിട്. കടം തരാൻ പറ്റുമോ? அப்பாட்ட மணி சோடிக்காரம்மா என்கிட்ட இருக்க எல்லா காரும் வித்துட்டு அப்பாவுக்கு நான் காசு தரேம்மா. அப்பாவுக்கு அந்த எஸ் பம்ப் இல்லம்மா, அப்பாவுக்கு எஸ் பம்ப் தான் வேணும்னா கொடுத்துடலாமா? ஐயோ അയ്യോ ചന്ദ്രു എന്നത് പുറത്തിറങ്ങിയ തന്തയും മോനും തമ്മിലുള്ള ചെറിയൊരു എന്നത് പുറത്തിറങ്ങിയ ചന്ദ്രുവിനെ കാണത്തില്ല. ചന്ദ്ര ചന്ദ്ര എന്തിനാ ചന്ദ്ര അതിനെങ്ങനെ ചത്ത്? ചന്ദ്ര ചന്ദ്രു അൺകോൺഷ്യസ് പേഷ്യന്റിനകത്ത് കയറട്ടെ. വെയിറ്റ്. ചന്ദ്ര വണ്ടിയുടെ മുകളിൽ ഈ ശവത്തിന് എടുത്താണല്ലോ. വണ്ടിക്കകത്ത എടാ നീ ഒരു മിനിറ്റ്. ഹലോ സ്വന്തം മകനാ അളിയൻ. മെന്റലാണ് ചില സമയത്ത്. കയറി കയറി ഇപ്പൊ ഇളകിരിക്കും. ഇപ്പൊ ചോദിച്ചു തരില്ല. കട